ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു കുഞ്ഞു കഥ പറയാനായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കേൾക്കണേ. വേറൊന്നുമല്ല, ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കുട്ടികളും ഒരു കാര്യത്തിനെ ചൊല്ലിയിട്ട് എപ്പോഴും വഴക്ക് കൂടുമായിരുന്നു. എന്താന്ന് വെച്ചാൽ അമ്മേനെ ചൊല്ലിയിട്ടായിരുന്നു കേട്ടോ വഴക്ക്. ഒരു അനിയത്തി ഒരു അനിയനുമായിരുന്നു ഉള്ളത്. അപ്പൊ ഈ അനിയത്തി എപ്പോഴും പറയും ഇത് എന്റെ അമ്മയാ, നിന്റെ അമ്മയല്ല എന്ന് പറയും. അപ്പൊ അനിയൻ പറയും അയ്യോ അല്ല, ഇത് എന്റെ അമ്മയാന്ന് പറയും. അങ്ങനെ കുസൃതിയായിട്ട് കണ്ടിരുന്ന ഒരു വഴക്കുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ജീവിതത്തിൽ. അങ്ങനെ ഈ കുട്ടികൾ വളർന്നു വലുതായി. ഈ കുട്ടികളുടെ അമ്മ ഒരു 90 വയസ്സോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൃദ്ധയായിട്ട് മാറുകയാണ്. അപ്പൊ ഈ വൃദ്ധയായ അമ്മ പിന്നീട് ഇവര് പറയാൻ തുടങ്ങി നിന്റെ അമ്മയാ, നീ നോക്കിക്കോ. അപ്പൊ അടുത്ത ആള് പറയാൻ തുടങ്ങി അല്ല, നീ നോക്കിക്കോ, കുറച്ചുനാള് നീ നോക്കി എന്നിട്ട് ഞാൻ നോക്കാം. അങ്ങനെ ഒരു സംസാരത്തിലേക്ക് ഇത് മാറുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ സമൂഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് വയസ്സായ മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടിടാണ്. നമ്മൾ ന്യൂസുകളിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ടാണ് ചെറിയൊരു കഥയായിട്ട് ഇത് പറഞ്ഞത്. അപ്പം വേറെ ഒന്നുമല്ല, കുട്ടിക്കാലങ്ങളിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എങ്ങനെയാ നോക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ വലുതായി അവര് വയസ്സാവുന്ന സമയങ്ങളിൽ അവരെ നമുക്ക് നോക്കാൻ എന്താ പറയാ താല്പര്യക്കുറവുണ്ടായിട്ട് നമ്മൾ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് മഹാപാപമാണ്. നമ്മുടെ മാതാപിതാക്കളെ വയസ്സായാലും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് നോക്കണം. അവരുടെ മരണം വരെ നമ്മൾ കൂടെ നിന്ന് നോക്കണം. അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. കുറച്ച് ആൾക്കാർ അവരുടെ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്നവരുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം വയസ്സായ മാതാപിതാക്കളെ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. മക്കൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി നോക്കണം. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അയാൾ തന്നെ നോക്കണം. മരണം വരെ മാതാപിതാക്കൾ നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ മാതാപിതാക്കളെ അടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യലും കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ ഒരുമാതിരി വന്ന് സംസാരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. എനിക്കറിയാവുന്ന അറിവ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു തന്നതാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ഇത് നല്ലതാണെന്ന് തോന്നുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാ നോക്കേണ്ടത് അതേ രീതിയിൽ തന്നെ ഒരു വൃദ്ധയായ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അതേ രീതിയിലാണ് കേട്ടോ നോക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്. ഒരു കുഞ്ഞ് പിറന്നു വന്നിട്ട് ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാ സംരക്ഷിക്കുന്നത് അതേപോലെയാണ് വയസ്സാവുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര നന്മ മരമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ സമൂഹങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൃദ്ധസദനങ്ങളിൽ കൊണ്ടിട്ട് മാതാപിതാക്കളെ കൊണ്ട് തള്ളുന്നത്. ഒരിക്കലും ചെയ്യലും കേട്ടോ. ദൈവം നമ്മളോട് ഒരിക്കലും പൊറുക്കില്ല. കാരണം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെ അമ്മേനെ ആണ് വയസ്സാകുമ്പോൾ നമ്മൾ കൊണ്ട് അവരെ കളയുന്നത്. നമ്മൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം നമ്മൾ അവരെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ വീട്ടിൽ കട്ടിലുണ്ടായിട്ടും വൃദ്ധസദനങ്ങൾ ഉറങ്ങുന്ന മാതാപിതാക്കളെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കട്ടിലുണ്ടല്ലോ, എന്നിട്ട് എന്തിനാണ് ഈ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ട് തള്ളുന്നത്? വൃദ്ധസദനങ്ങളിൽ കട്ടിലിൽ കിടത്തുന്നത് എന്തിനാണ് മാതാപിതാക്കളെ? അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട്. കാരണം വൃദ്ധയാവുമ്പോൾ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവരെ കൊണ്ട് തള്ളാണ്. ഞാൻ എല്ലാരെയും കുറ്റം പറയുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ കൊണ്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ സമൂഹങ്ങളിൽ. നമുക്ക് ന്യൂസുകളിലും കാണാം. ഇപ്പൊ അച്ഛനെ അമ്മേനെ ആവട്ടെ, അവരുടെ ഉപയോഗങ്ങൾ കഴിഞ്ഞ് ഇപ്പം സ്വത്തുക്കളാവട്ടെ അതെല്ലാം മക്കൾക്ക് കൊടുത്തെന്ന് വെച്ചോ, അതെല്ലാം മേടിച്ചിട്ട് അവരെ ഉപേക്ഷിക്കുന്ന മക്കളും ഉണ്ട് നമ്മുടെ സമൂഹങ്ങളിൽ. നമുക്കറിയാലോ, എല്ലാ മക്കളും വളർന്നു വലുതായി എന്താ പറയാ കല്യാണം കഴിച്ച് ജോലിയായി മാറിക്കഴിഞ്ഞ് പിന്നീട് എന്താ പറയാ മാതാപിതാക്കൾ ഒരു 90 വയസ്സോളം ഒക്കെ ആകുമ്പോൾ അവരെ നോക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അവരെ കൊണ്ടുവന്ന് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാണ്. എന്നാൽ നമ്മളാരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവര് വളർത്തിയെന്ന് നമ്മൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ. കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യലും കേട്ടോ. മാതാപിതാക്കൾ വയസ്സായാലും അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മൾ മക്കളുടെ തന്നെയാണ്. മരണം വരെ അവരെ നല്ല രീതിയിൽ നോക്കണം, സംരക്ഷിക്കണം. അവരുടെ ഇഷ്ടകാര്യങ്ങളെല്ലാം നമ്മൾ നേടിക്കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും ഈ മാതാപിതാക്കളെ തള്ളിക്കളയലും കേട്ടോ. എനിക്ക് ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റ് പറയാനുണ്ടെങ്കിൽ കമന്റിൽ കൂടി അറിയിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ. ടാറ്റ.